ഞാൻ അനൂപ് പെരുമ്പാവൂർ. പ്രകൃതിദത്തമായിട്ട് നമുക്ക് കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് വരുന്ന ഒരു പ്രോഡക്റ്റാണ് തേൻ എന്ന് പറയുന്നത്. അപ്പോൾ തേനിനെ സംബന്ധിച്ച് നമുക്ക് 2 തരത്തിലാണ് തേൻ കിട്ടുന്നത്. ഒന്ന് റോ ഹണി എന്ന് പറയും. നാച്ചുറലായിട്ട് കിട്ടുന്ന തേൻ അതേപടി സൂക്ഷിച്ച് വച്ചതിന് ശേഷം അതിൻ്റെ വേസ്റ്റുകളൊക്കെ, മീൻസ് വേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് പൂമ്പൊടി ഉണ്ടാവും, അതിൻ്റെ മെഴുകിൻ്റെ അംശങ്ങളുണ്ടാവും, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തേനിലുണ്ടാവും. അപ്പോൾ നമ്മൾ തേൻ എടുക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി ഒന്നിച്ചിരിക്കും, നമുക്ക് കാണാനായിട്ടോ അല്ലെങ്കിൽ അരിച്ചാൽ വേർതിരിയുന്ന സാധനമൊന്നുമല്ല. അപ്പോൾ അത് കുറച്ച് നാൾ ഇരുന്ന് ഒരു 2-3 മാസമൊക്കെ നമ്മൾ അടച്ച് വെച്ചേക്കുന്ന സമയത്ത് തേനിൻ്റെ വേസ്റ്റുകൾ മുകളിലടിയും. ആ മുകളിലടിഞ്ഞ വേസ്റ്റുകളൊക്കെ മാറ്റി ശേഷം കിട്ടുന്ന തേനാണ് നമുക്ക് നാച്ചുറലായിട്ട് നല്ല ഹണി, റോ ഹണി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അതാണ് റോ ഹണി. നാച്ചുറലായിട്ട് അതിൻ്റെ വേസ്റ്റുകളൊക്കെ മുകളിലടിഞ്ഞതിന് ശേഷം അത് മാറ്റിയതിന് ശേഷം വരുന്ന തേനാണ് റോ ഹണി എന്ന് പറയുന്നത്, പച്ച തേൻ എന്ന് പറയാം. അത് പ്രോസസ്സ് കാര്യങ്ങളൊന്നും ചെയ്യാതെ കിട്ടുന്ന തേനാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് അത്തരത്തിൽ റോഹണിക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഭക്ഷിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനം എന്ന് പറഞ്ഞാൽ റോഹണിയാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത്. സാധാരണ നമുക്ക് റോഹണി കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഹണി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുളിക്കാനൊക്കെ ഉള്ള സാധ്യത കൂടുതലായി എപ്പോഴും. പൊതുവെ സാധാരണ ആളുകൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ചെയ്യുന്ന രീതി, ഇപ്പോൾ പല ആളുകളും പല രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുളിക്കാനൊക്കെ സാധ്യതയാണ്. ചില ആളുകൾ ഇത് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലങ്ങളോളം അടച്ചു വച്ചേക്കും. ചിലപ്പോൾ ആ കൊണ്ട് ചെല്ലുന്ന സമയത്ത് ഒരു കുറച്ചെടുത്ത് കഴിച്ചതിന് ശേഷം അടച്ച് സൂക്ഷിച്ച് ഭദ്രമായിട്ട് മാറ്റി വയ്ക്കുന്ന സംഭവങ്ങളൊക്കെ കാണാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും റോഹണി പുളിക്കാനും, പുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുപ്പി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന മാറ്റങ്ങൾ ഇപ്പോൾ ഈ ഒരു കുപ്പി കണ്ടാൽ അറിയാം. ഇപ്പോൾ ഇതിനകത്ത് രണ്ടിലും ഒരുപോലെ തേൻ നിറച്ചതാണ്. പക്ഷേ തേൻ്റെ അളവ് കണ്ടോ, താഴ്ന്ന കണ്ടോ. ഇത് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുപ്പി ഇതിനകത്ത് പൊളിച്ച് അതിൻ്റെ എയർ വന്നിട്ട് ടൈറ്റായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, കുപ്പി വീർത്തു കഴിഞ്ഞപ്പോഴത്തേക്കും തേനിൻ്റെ അളവ് താഴത്തേക്ക് പോന്നു. അതാണ് ഇതിനകത്ത് സംഭവിച്ചത്. അപ്പോൾ ഈ കുപ്പിയെ പിടിച്ചറിയാം, നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെങ്ങൊന്നുമില്ല, ഭയങ്കര ടൈറ്റായിട്ട് വന്നു. അപ്പോൾ ഇത് ചില്ലൂപ്പിയിലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ചില്ലൂപ്പി ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇത് കണ്ടോ, ഇത് സ്മൂത്തായിട്ട് ചുമ്മാ ഞെക്കി കഴിഞ്ഞിട്ട് ഞെങ്ങും, അതുപോലെ അങ്ങനെ ടൈറ്റൊന്നുമില്ല. അപ്പോൾ ഇത് നല്ല തേന. അപ്പോൾ ഇത് ചെറുതായിട്ട് പുളിച്ചതിന് ശേഷമുള്ള തേന. അപ്പോൾ ഇങ്ങനെ പുളിക്കും എന്നുള്ളൊരു കാരണം കൊണ്ടാണ് നമ്മൾ റോഹണി കൂടുതൽ സാധാരണ കർഷകർ കൊടുക്കാത്തതിന് കാരണം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് റോഹണിക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റോഹണി ചോദിച്ച് വാങ്ങിക്കുക എന്നുള്ളതാണ്. റോഹണി ചോദിച്ചാൽ നമുക്ക് കർഷകരുടെ അടുത്ത് നിന്ന് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അത് കൃത്യമായിട്ട് ചോദിച്ച് വാങ്ങിക്കുക എന്നുള്ളതാണ്. ചോദിച്ച് വാങ്ങിക്കുന്ന പോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത്, ഇപ്പോൾ നിത്യം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, തേൻ നിത്യം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഭക്ഷണമാണ് തേൻ. ഒരു സംശയത്തില്ല. നമുക്ക് കിട്ടുന്ന ഫുഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. നമുക്ക് പ്രകൃതിയിൽ നിന്ന് ഇപ്പോൾ പുറമേ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങളിൽ ഒരുപാട് കെമിക്കൽസ്, കളറിന് വേണ്ടിയിട്ടുള്ള കെമിക്കൽസ്, കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുന്ന സാധനങ്ങൾ അല്ലേ, ഒരുപാട് കെമിക്കൽസൊക്കെ ചേർത്ത സാധനങ്ങളും മായം കലർന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഭക്ഷണങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിലൊക്കെ എത്രയോ നല്ല ഒരു പ്രൊഡക്റ്റാണ് തേൻ എന്ന് പറയണേ. ഇപ്പോൾ നമുക്കറിയാം, അപ്പോൾ വില വെച്ച് നോക്കുന്ന സമയത്ത് ഒരു കിലോ മീനൊക്കെ വാങ്ങിക്കണമെങ്കിൽ 400-500 കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കിലോ തേനിന് എത്ര വില വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിത്യം ശീലമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇത് പുളിക്കാതിരിക്കാനായിട്ട് ഇപ്പോൾ റോഹണി വാങ്ങിച്ചാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറേശ്ശെ എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ വേസ്റ്റ് ഏറ്റവും മുകളിലാണ് അടിയുന്നത്. ആദ്യം പറഞ്ഞ വേസ്റ്റ് മാറ്റിയിട്ടാണ് വരുന്നത്. പക്ഷേ എന്നാൽ പോലും നമ്മൾ എത്രത്തോളം മാറ്റിയാൽ പോലും ഇതിൻ്റെ തേനിൻ്റെ ജലാംശം കുറച്ചൊക്കെ ഇതിനകത്തുണ്ടാവും. ആ കണ്ടൻറ്റ് മുകളിലേക്ക് അടിഞ്ഞടിഞ്ഞ് വരും. പ്രത്യേകിച്ച് കേരളത്തിലെ ജലാംശം കൂടുതലുള്ള സ്ഥലമാണ് കേരളം. ഇപ്പോൾ തേനിനെ സംബന്ധിച്ച് 20% താഴെ ജലാംശം ഉണ്ടെങ്കിലാണ് നമുക്ക് മാർക്കറ്റിൽ അത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ നോക്കുന്ന സമയത്ത് 20% താഴെ ജലാംശമുള്ള തേനാണ് അവിടെ കിട്ടുക. അതേസമയം കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയുടേതനുസരിച്ച് നമുക്കൊരു 23-25% ജലാംശം തേനിൽ പൊതുവെ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലീഗലായിട്ട് ഇത് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റിയതല്ല. ഇത് പ്രോസസ്സ് ചെയ്യാതെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇന്ത്യയിലൊരു നിയമം ഉണ്ടാക്കുമ്പോൾ കോമൺ ആയിട്ടൊരു നിയമത്തിലേ പറ്റുള്ളൂ. അപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമുക്കിവിടെ ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തണമെങ്കിൽ പ്രോസസ്സ് ചെയ്യാതെ പറ്റില്ല. അതേസമയം തന്നെ ഗുണം കിട്ടുന്നത് എന്താ, റോഹണിക്കാണ്. പ്രോസസ്സ് ചെയ്ത തേനിന് അത്രത്തോളം ഗുണം കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അത് എപ്പോഴും ഗുണമുള്ളത് റോഹണിക്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വേസ്റ്റുകൾ ഇപ്പോൾ തേൻ്റെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടിഭാഗമായിരിക്കും ഏറ്റവും ക്വാളിറ്റി ഉള്ള ഭാഗം. അതേസമയം മുകളിലേക്കാണ് ഇതിൻ്റെ വേസ്റ്റുകൾ, ജലാംശവും അതുപോലെ പൂമ്പൊടിയുടെ അംശങ്ങളും അതുപോലെ മെഴുകിൻ്റെ അംശങ്ങളൊക്കെ അടിയുന്നത് മുകളിലാണ്. തേൻ്റെ എടുക്കുന്ന സമയത്ത്
തേനിനെ നോക്കുന്ന സമയത്ത് എപ്പോഴും അതിൻ്റെ വേസ്റ്റുകളൊക്കെ മുകളിലാണ് വരിക. ഇപ്പോൾ സാധാരണ നമ്മൾ മറ്റ് സാധനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെള്ളത്തിലൊക്കെ ആണെങ്കിൽ വേസ്റ്റുകൾ താഴെ അടിയും അല്ലേ, അതേസമയം തേനിൽ എപ്പോഴും വേസ്റ്റുകൾ മുകളിലാണ് അടിയുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേശ്ശെ മുകളിൽ നിന്ന് എടുത്ത് പോകുമ്പോൾ ഇതൊരു കാരണവശാലും പുളിക്കുകയോ കേടാവോ ചെയ്യാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇത് എടുക്കാതെ നമ്മൾ അടച്ച് വച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് റോഹണി അധികം കർഷകർ കൊടുക്കാത്തതിന് കാരണം. ഇപ്പോൾ ആളുകളുടെ ഉപയോഗം, ഇപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ച് ആ തേൻ കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കർഷകനെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ആ ഒരു രീതി. അത് കർഷകനോട് പറയുന്നുണ്ടാവില്ല, പക്ഷേ തേൻ വാങ്ങിക്കൽ പിന്നീട് ഉണ്ടാവില്ല എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം, പലപ്പോഴും നമുക്ക് അനുഭവങ്ങളുള്ള കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വ്യക്തി നമ്മുടെ അടുത്തേക്ക് തേൻ വാങ്ങിക്കാനായിട്ട് വരില്ല, പക്ഷേ കാര്യം എന്താണെന്ന് പറയുകയില്ല. അപ്പോൾ ഇതാണ് സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യം. അപ്പോൾ ക്വാളിറ്റിയുള്ള തേൻ കിട്ടണമെങ്കിൽ നമുക്ക് കർഷകരുടെ അടുത്താണ് കിട്ടുന്നത്. അപ്പോൾ അത് റോഹണി തന്നെ കൃത്യമായിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമുക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തുക, നമുക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.